ഒടുവിൽ ലോകം കാത്തിരുന്ന പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. ഇറാനെ സൈനികമായും ആഭ്യന്തരമായും പൂർണ്ണമായി തകർത്തുവെന്നും യുദ്ധം ഔദ്യോഗികമായി അവസാനിപ്പിച്ചുവെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. ഇറാന്റെ ആണവ മിസൈൽ കേന്ദ്രങ്ങൾ നാമാവശേഷമാക്കിയെന്നും അവരുടെ ഭരണകൂടം തകർന്നടിഞ്ഞെന്നും അവകാശപ്പെട്ട ട്രംപ് അമേരിക്കയുടെ സൈനിക ചരിത്രത്തിലെ സമാനതകളില്ലാത്ത വിജയമാണിതെന്നും വിശേഷിപ്പിച്ചു. എന്നാൽ ട്രംപിന്റെ അവകാശവാദത്തെ വെറും തമാശയായി കണ്ട് പൊട്ടിച്ചിരിക്കുകയാണ് ഇറാൻ. അമേരിക്കയുടെ വിജയവാദം വെറും കെട്ടുകഥയാണെന്നും യുദ്ധകളത്തിൽ പരാജയപ്പെട്ട് മാനം കാക്കാൻ വഴി തേടുകയാണ് ട്രംപ് എന്നുമാണ് ടെഹ്റാനിൽ നിന്നുള്ള മറുപടി. യുദ്ധക്കൊതി മൂത്ത ട്രംപ് എന്തൊക്കെയോ പുലമ്പുകയാണെന്നും അമേരിക്ക തകർന്നടിയുമെന്ന നിലയിൽ കാര്യങ്ങൾ എത്തിയപ്പോൾ എത്രയും വേഗം ഉള്ള ജീവനും കൊണ്ട് നെട്ടോട്ടമോടാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് വിജയപ്രഖ്യാപനം എന്നുമാണ് ഇറാന്റെ പക്ഷം. ഫെബ്രുവരി 28-ന് ഇസ്രായേലിനൊപ്പം ചേർന്ന് അമേരിക്ക ആരംഭിച്ച അധിനിവേശ ശ്രമം 34 ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് തങ്ങൾ വിജയിച്ചുവെന്ന് ട്രംപ് ലോകത്തോട് പറയുന്നത്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഷി പൂജ്യമാക്കിയെന്നും അവരുടെ നാവികസേനയെ കടലിന്റെ ആഴങ്ങളിൽ നാമാവശേഷമാക്കാൻ കഴിഞ്ഞുവെന്നുമൊക്കെ ട്രംപ് അവകാശപ്പെട്ടു. ഇറാൻ ആഭ്യന്തരമായി തകർന്നുവെന്നും ഇനി അവിടെ ഒരു ഭരണകൂടമില്ലെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. അമേരിക്കൻ സൈന്യത്തിന് ഇനി മടങ്ങാമെന്നും ദൗത്യം 100% വിജയമാണെന്നുമൊക്കെ ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതോടുകൂടി പശ്ചിമേഷ്യയിൽ അമേരിക്കൻ ആധിപത്യം ഉറപ്പിച്ചുവെന്ന് വരുത്തി തീർക്കാനാണ് ട്രംപ് ശ്രമിച്ചത്. എന്നാൽ ട്രംപിന്റെ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ ഇറാൻ ശക്തമായ മറുപടിയാണ് നൽകിയിരിക്കുന്നത്. ട്രംപ് പകൽക്കിനാവ് കാണുകയാണെന്നും അമേരിക്ക ഇതുവരെ ഏകദേശം 2,34,00,000-ലധികം തവണ തങ്ങളെ തോൽപ്പിച്ചു കഴിഞ്ഞു എന്നുമാണ് പ്രസിഡന്റിന്റെ വിജയവാദത്തെ ഇറാൻ പരിഹസിച്ചത്. ഓരോ നിമിഷവും തങ്ങൾ ജയിച്ചുവെന്ന് സ്വയം പറഞ്ഞ് വിശ്വസിക്കുന്ന ഒരു മാനസികാവസ്ഥയിലാണ് ട്രംപെന്നും യാഥാർത്ഥ്യബോധം നഷ്ടപ്പെട്ട ഒരു നേതാവിന്റെ ജൽപ്പനങ്ങളാണ് ട്രംപിൽ നിന്ന് ഉണ്ടാകുന്നതെന്നും ഇറാൻ പറഞ്ഞു. യഥാർത്ഥത്തിൽ യുദ്ധകളത്തിൽ അമേരിക്ക നേരിട്ടത് കനത്ത തിരിച്ചടികളാണെന്നാണ് ഇറാൻ അനുകൂല കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. അമേരിക്കയുടെ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളെ നോക്കുകുത്തികളാക്കി ഇറാന്റെ ഡ്രോണുകളും മിസൈലുകളും ഇപ്പോഴും ലക്ഷ്യസ്ഥാനങ്ങളിൽ പതിക്കുന്നുണ്ട്. കൂടാതെ യുദ്ധം അവസാനിച്ചുവെന്ന് പറയുന്ന ട്രംപ് തന്നെ സൈന്യത്തിന് ഇനിയും 3 ആഴ്ച കൂടി സമയം അനുവദിച്ചത് എന്തിനാണെന്ന ചോദ്യവും ഇറാൻ ഉയർത്തുന്നുണ്ട്. തോൽവി സമ്മതിച്ച് പിന്മാറാനുള്ള ജാള്യത മറയ്ക്കാനാണ് ട്രംപ് ഇത്തരമൊരു ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുന്നതെന്നാണ് കരുതപ്പെടുന്നത്. ഇറാൻ ആഭ്യന്തരമായി തകർന്നുവെന്ന ട്രംപിന്റെ വാദവും അസ്ഥാനത്താണ്. രാജ്യത്തെ ജനങ്ങൾ അധിനിവേശ ശക്തികൾക്കെതിരെ ഒരൊറ്റ മനസ്സോടെ പോരാടുകയാണ്. ഇറാന്റെ ഭരണകൂടം മാറിയെന്നോ പുതിയ നേതാക്കൾ വന്നെന്നോ ഉള്ള അമേരിക്കൻ പ്രചാരണങ്ങൾ വെറും ചാരക്കഥകൾ മാത്രമാണ്. തങ്ങളുടെ പരമോന്നത നേതാവിനെ തൊടാൻ പോലും അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ലെന്നും അദ്ദേഹത്തിന്റെ ഒരു ചിത്രം പോലും പുറത്തുവിടാൻ കഴിയാത്ത അമേരിക്കൻ ഇന്റലിജൻസ് പരാജയമാണെന്നുമാണ് ഇറാൻ പരിഹസിക്കുന്നത്. അമേരിക്കൻ ചാരസംഘടനകൾ നൽകുന്ന തെറ്റായ വിവരങ്ങൾ വിശ്വസിച്ച് ലോകത്തിനു മുന്നിൽ വിഡ്ഢിവേഷം കെട്ടുകയാണ് ട്രംപ് ചെയ്യുന്നതെന്ന് ഇറാൻ കുറ്റപ്പെടുത്തി. നാവികസേനയെ തകർത്തു എന്ന വാദത്തെയും ഇറാൻ തള്ളി. കടലിനടിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അത്യാധുനിക മിസൈൽ സംവിധാനങ്ങളും കപ്പലുകളും ഇപ്പോഴും സജ്ജമാണെന്നും അമേരിക്കൻ പടക്കപ്പലുകൾക്ക് ഏതു നിമിഷവും കടൽ ശവപ്പറമ്പായി മാറുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിലും സമീപ തീരങ്ങളിലും ഇറാന്റെ കപ്പലുകൾ ഇപ്പോഴും തലയുയർത്തി നിൽക്കുന്നത് ട്രംപിന്റെ അവകാശവാദങ്ങൾക്കുള്ള കനത്ത തിരിച്ചടിയാണ്. അധിനിവേശ ശക്തികളെ പടിപടിയായി പുറത്താക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും ഇതിൽ മാറ്റമില്ലെന്നും ഇറാൻ ആവർത്തിച്ചു പറയുന്നുണ്ട്. ട്രംപിന്റെ ഈ നാടകീയമായ വിജയപ്രഖ്യാപനം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ളതാണെന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട്. അമേരിക്കൻ ജനതയുടെ ഇടയിൽ വർദ്ധിച്ചുവരുന്ന യുദ്ധവിരുദ്ധ വികാരം തണുപ്പിക്കാനാണ് അദ്ദേഹം ഈ വഴി തെരഞ്ഞെടുത്തത് എന്നാണ് ഭൂരിപക്ഷ അഭിപ്രായം. എന്നാൽ ഇറാൻ ഉന്നയിക്കുന്ന പരിഹാസങ്ങൾ ട്രംപിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. തങ്ങൾ തോറ്റുവെന്ന് സമ്മതിക്കാൻ ഇറാൻ തയ്യാറല്ലെന്ന് മാത്രമല്ല, അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ട് കൂടുതൽ കരുത്തോടെ നിലയുറപ്പിക്കുകയാണ് അവർ ചെയ്യുന്നത്. റഷ്യയും ചൈനയും അടക്കമുള്ള വൻ ശക്തികൾ ഇറാന്റെ ഈ നിലപാടിനെ പിന്തുണയ്ക്കുന്നുണ്ട്. ട്രംപ് വൈറ്റ് ഹൌസിൽ ജയഭേരി മുഴക്കുമ്പോൾ അത് വെറും പാഴ്വാക്കായി കണ്ട് പുച്ഛിച്ചു തള്ളുകയാണ് ഇറാൻ. അമേരിക്കയുടെ അഹങ്കാരത്തിനേറ്റ ഏറ്റവും വലിയ പ്രഹരമാണ് ഈ യുദ്ധമെന്നും തോൽവി ഭയം ഓടിപ്പോകുന്ന സൈന്യത്തെയാണ് ലോകം കാണുന്നതെന്നും ഇറാൻ അടിവരയിട്ട് പറയുകയാണ്. ട്രംപ് എത്ര തവണ വിജയം പ്രഖ്യാപിച്ചാലും തങ്ങളുടെ വിപ്ലവ വീര്യത്തെ തകർക്കാൻ കഴിയില്ലെന്ന സന്ദേശമാണ് ഇറാൻ നൽകുന്നത്.